അസ്സലാമലൈക്കും. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് മുറ്റത്തിരിക്കുക കേട്ടോ. അപ്പോൾ ലാമി ഇവിടെ സൈക്കിളൊക്കെ ചവിട്ടി കുറേ കല്ലൊക്കെ കൊടുത്തിട്ട് കേട്ടോ. ഇപ്പോൾ അതാണ് പണി. ഹായ് പറ. അവള് ഒറ്റക്ക് സൈക്കിളോട്ടി ങ്ങാച്ച് തരാം കേട്ടോ. അവളൊരു സൈക്കിൾ ഓടിച്ച കാരണം കിട്ടിയതാണ് ഇപ്പോൾ ഈ ഇതൊക്കെ. കുറേ കല്ല് കൊടുന്ന് വെച്ചിരിക്കണം ഇവിടെ. അതൊക്കെയാണ് ഇപ്പോൾ കളി. ഓക്കെ. ആ നല്ല വെയ്ക്കുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പണി കേട്ടോ. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇവളെ കൊണ്ട് ഇവൾക്കൊരു കളിക്കാനുള്ള കുറച്ച് സമയമായി. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. ഞാൻ നമ്മളെ പാടമൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ടൈമിൽ മഞ്ഞൊന്നും ഇല്ലാത്തൊരു സമയം നമ്മളെ പാടം കാണിച്ചു തരാം. പാടമില്ലാത്തൊരു വീഡിയോ നമുക്കില്ല അല്ലേ ബേബിയെ? പാടം കാണിച്ചു കൊടുക്കാം അല്ലേ? അല്ലേ ഇപ്പോൾ പേടിയൊന്നുമില്ല കേട്ടോ. മഴ പെയ്തിട്ട് ഈ തിണ്ട് ഫുള്ള് മണ്ണും ചെളിയായിട്ടോ. ഈ ചെടിൻ്റെതും കൂടി എല്ലാം കൂടി ആയപ്പോഴേ അപ്പോൾ അടിച്ച് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇത് ഇവളെ പണിതാ ചെരുപ്പ് കൂടാതെ. പിന്നെ ഈ പരിപാടി ഇവൾക്ക് ഇല്ലാത്തതുകൊണ്ട് സമ്മതിച്ചു കൊടുത്താണ് കേട്ടോ. മതി മതി മതി, കാലും മുറിയാവും. മതി മതി, ആവശ്യത്തിനായി. വാ. പണ്ടൊക്കെ മണ്ണിലും ചെളിയിലൊക്കെ ആയിരുന്നല്ലോ മക്കളൊക്കെ വളർന്നത്. ഇപ്പം പിന്നെ കുട്ടികൾ ഇങ്ങനെ ഒന്നും ഇറങ്ങണില്ലല്ലോ. ആൺകുട്ടികൾ പിന്നെയും കുറച്ചൊക്കെ ഇറങ്ങുന്നുണ്ട്. പെൺകുട്ടികളെ തീരെ പണ്ടത്തെ പോലെ ഇറക്കി വിടാൻ പറ്റൂല. പണ്ട് ചെടിപ്രാന്തായിരുന്നു കേട്ടോ എനിക്ക്. അന്നത്തെ ചെടികളൊക്കെയാണിത്. ഇപ്പോൾ പിന്നെ ഉള്ളത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ നനച്ചു കൊടുക്കുന്നല്ലാതെ കാര്യമായിട്ട് ഇപ്പോൾ നോക്കണമെന്നില്ല. പണ്ട് അതന്നെയായിരുന്നു പണി. ഈ വാടക വീടൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇപ്പോൾ വാടക വീടാണ് വിചാരിച്ചിട്ട് ആഗ്രഹങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ, അതൊക്കെ നടക്കട്ടെ വിചാരിച്ചിട്ട് വളർത്തിണ്ടാക്കണതാട്ടോ. കുറേ ഉണ്ടായിരുന്നു, കുറേ ആളുകൾക്ക് കൊടുത്തു. ഇപ്പോൾ ബാക്കിയുള്ളത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കട്ടോ. അത് കൊടുക്കാൻ എന്തോ മനസ്സ് ചെയ്യുന്നില്ല. ഇഷ്ടപ്പെട്ട കുറച്ച് ചെടികൾ കേട്ടോ. അവിടെയും കുറച്ചുണ്ട്, ഇതാ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ കുറച്ചുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും കൊടുത്ത് ഒഴിവാക്കാൻ തോന്നണില്ല. ഇനി പകൽ സമയത്ത് നമ്മളെ പാടമൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ രാവിലെയും പുലർച്ചെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇതാ നമ്മൾ എന്നും രാവിലെ കാണിച്ചു തരുന്ന പാടം. ഇന്നിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഈ മഞ്ഞ് കാരണം ഈ റോഡൊന്നും ശരിക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റാറില്ല. ഇന്ന് കണ്ടോ, ഇപ്പം കണ്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം മുറ്റത്ത് കൂടെയൊക്കെ നടന്നു, കുറച്ച് മുളകൊക്കെ പറിച്ചു. ഇനിയിപ്പോൾ അടുത്തത് ഈ അലക്കിയതൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മുരിങ്ങയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ മുരിങ്ങ ഉണ്ട് കേട്ടോ. പക്ഷേ കുറേ മുകളിലാണ്, പറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും അല്ലേ. നമുക്ക് തന്നെ തന്നെ കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത്. പിന്നെ ആ കാട് വെട്ടാൻ വന്ന ആളുകൾ കംപ്ലീറ്റ് വെട്ടി മുറുക്കി നശിപ്പിച്ചു. കണ്ടോ എന്തോരം കൊമ്പുകളെ വെട്ടി നശിപ്പിച്ചത്. പിന്നെ ഇത് കണ്ടോ കറിവേപ്പില മരം കേട്ടോ. പക്ഷേ കിട്ടൂല, അത്രയും ഉയരത്തിലാണ്. കയറിയെടുക്കാനൊന്നും പറ്റില്ല. ഇതിൻ്റെ വില ഷീറ്റല്ല. ഈ ബാത്റൂമിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഒഴിവാക്കിയിട്ടൊരു സാധനമാണ്, യൂസ് ചെയ്യാറില്ല. പിന്നെ അത് എന്താ പറയുക, കറിവേപ്പില മേലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നിന്ന് നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ താഴെ കുറേ ചെറിയ തൈകളുണ്ട്. അത് ഞാനൊരു പാത്രത്തിലാക്കി വെച്ചതാട്ടത്. നമുക്ക് കൊണ്ട് അടയ്ക്കുകയും ചെയ്യാം. വേണമെങ്കിൽ എപ്പോഴെങ്കിലും കുടുങ്ങുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാമല്ലോ.
അതിന് വേണ്ടിയിട്ട് ഒന്ന് പിരിച്ച് കുഴിച്ചിട്ട് നോക്കിയതാട്ടോ. ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, എന്നാലും കുഴപ്പമില്ല. വേണ്ട കുഞ്ഞു കുഞ്ഞു വാ, ഇങ്ങോട്ട് വാ. കുഞ്ഞു കുഞ്ഞു കാന്താരി കേട്ടോ. പക്ഷേ മൂത്തിട്ടുണ്ട്, കണ്ടാൽ തോന്നൂല. പക്ഷേ ഒരു എന്താ പറയുക, മുരടിച്ച് പോയ മരമാണ് തോന്നുന്നു. ആ ഇങ്ങോട്ട് വാ, റോട്ടിൽ പോവല്ലേ? മുന്നിൽ തന്നെ റോഡാണ്. അപ്പോൾ ലാമിയേ, അപ്പോൾ ഇന്നത്തെ പണി ഇങ്ങനെ കിടക്കും. കുറച്ച് സമയമൊക്കെ ഇതിലങ്ങ് അങ്ങോട്ടും കൂടെ ഒക്കെ വായി നോക്കി നടന്നു. പിന്നെ നമ്മളെ പാടമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിമ്പോൾ കുറച്ച് അത്യാവശ്യം മൂത്ത മുളകുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത് കണ്ടോ, ഈ മുളക് നിങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടോ? ഇത് കാന്താരി മുളക് വയലറ്റ് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഞാനിതിമ്പോൾ അധികമൊന്നുമില്ല, അപ്പോൾ ഞാൻ വിത്തിനെടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാട്ടോ. അതാണ് ഇങ്ങനെ വെള്ളമായി നിൽക്കുന്നത്, ഉണങ്ങി തുടങ്ങി. അപ്പോൾ ഞങ്ങളെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒന്നും പറയാതെ കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വീഡിയോ നിങ്ങളെല്ലാം കണ്ടില്ലേ, നിങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാത്ത, കുറച്ച് വ്യൂസൊക്കെ വന്നതിന് ശേഷം വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റണ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു പെങ്ങളെ പോലെ കണ്ടാൽ മതി, ഒരു അനിയത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠത്തിനെ പോലെയൊക്കെ കണ്ടാൽ മതി. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.